ഒരു കാലത്ത് കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടന്ന കടൽ കുറച്ചു നാളുകൾക്ക് ശേഷം മരുഭൂമിയായി മാറുകയാണ്. വെറും 50 വർഷം കൊണ്ടാണ് ആരൽ തടാകം മരുഭൂമിയായി മാറിയത്. മധ്യേഷ്യയിൽ കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനിലും ഇടയിലായി വ്യാപിച്ചു കിടന്ന ഒരു കടലായിരുന്നു ആരൽ കടൽ. ഈ ഒരു തടാകത്തിന്റെ വടക്ക് ഭാഗം കസാക്കിസ്ഥാനിലും തെക്ക് ഭാഗം ഉസ്ബെക്കിസ്ഥാനിലുമായിരുന്നു. അക്കാലത്ത് 1534 ചെറുദ്വീപുകൾ ആരൽ തടാകത്തിലുണ്ടായിരുന്നു. 68,000 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ആരൽ തടാകത്തിന്റെ വിസ്തൃതി. മധ്യേഷ്യയിൽ നിന്നുള്ള രണ്ട് വലിയ നദികളായിരുന്നു ആരൽ തടാകത്തിനെ ജലസമ്പുഷ്ടമാക്കിയിരുന്നത്. 1960കളിൽ സോവിയറ്റ് സർക്കാർ ഈ നദികളെ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നിവിടങ്ങളിലെ പരുത്തി ധാന്യ മേഖലകളിലേക്ക് തിരിച്ചുവിടുവാൻ തുടങ്ങി. അന്ന് ഈ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദകരായി മാറാൻ സോവിയറ്റ് യൂണിയൻ മത്സരിക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു അത്. ഇതിനായി അവരുടെ കൃഷിഭൂമിയിലേക്ക് കൂടുതൽ വെള്ളമെത്തിക്കുവാൻ കനാലുകളും അണക്കെട്ടുകളും നിർമ്മിക്കുവാൻ സോവിയറ്റ് സർക്കാർ തീരുമാനിച്ചു. ഇതിന്റെ ഫലമായി കൃഷിഭൂമി വികസിച്ചുവെങ്കിലും തടാകം പതിയെ ചുരുങ്ങി പൂർണ്ണമായും ഒരു മരുഭൂമിയായി മാറുകയും ചെയ്തു.